തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയുടെ ക്രമക്കേടിനെതിരെ CPIM നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ശക്തം. നഗരസഭാ പദ്ധതികളുടെ കരാറിൽ വൻ അഴിമതി നടത്തുന്ന തിരൂരങ്ങാടി നഗരസഭയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം. CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ യോഗത്തിൽ വന്ന 4 അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് നഗരസഭയിൽ നടക്കുന്ന ക്രമക്കേടുകൾ വ്യക്തമായത്. അക്രഡിറ്റഡ് ഏജൻസിയിൽ നിന്നും നിയമാനുസൃതമായി ലഭിച്ച നിലവിലെ ടെൻഡർ റദ്ദ് ചെയ്യാനും റിവിഷണൽ പരസ്യ ടെൻഡർ നൽകാനുമാണ് സെക്രട്ടറിയുടെയും ഇടതുപക്ഷ കൌൺസിലർമാരുടെയും വിയോജിപ്പോടെ യോഗം തീരുമാനമെടുത്തത്. അക്രഡിറ്റഡ് ഏജൻസികളെ ഒഴിവാക്കി മുസ്ലിം ലീഗ് ഭരണസമിതിക്ക് താൽപര്യമുള്ള ഒരു ഏജൻസിക്കാണ് സ്ഥിരമായി ടെൻഡർ നൽകുന്നതെന്ന വിവരവും ഇതോടെ പുറത്തായി. ഇതോടെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഓഫീസ് കവാടത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടയുകയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പ്രകടനം CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം MP ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് കൊള്ള നടത്തുക. ഏതാ കൊള്ളക്കാര്? 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞില്ലേ? മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഇറങ്ങില്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടത്തെ പാവപ്പെട്ടവര് അനുഭവിക്കേണ്ടതായ എല്ലാ സംഗതികളും നിങ്ങൾ കൊള്ളയടിച്ച് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയ കൊണ്ടുപോയിട്ട് നിങ്ങളെ മക്കളെയാ നിങ്ങൾ ഇതിനെ പോറ്റുന്നത്. ആ കൊള്ള മുതലെടുത്തിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നാ പറഞ്ഞത്. ഈ സംഗതി പറയുമ്പോ ഇവിടുത്തെ നാട്ടുകാരെ ഈ പറയുന്ന കൊള്ള തടഞ്ഞു നിൽക്കുന്ന ഞങ്ങളൊപ്പം നിൽക്കുമോ അതോ കൊള്ളക്കാരൊപ്പം നിൽക്കുമോ? നിങ്ങൾ തീരുമാനിക്ക്. 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇവർ വരും ചിരിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചിട്ട് എന്തിന് കൊള്ള നടത്താൻ ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞിട്ട്. ആ കൊള്ളക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു നേതാവ് ഒന്ന് ആക്രോശിച്ചു നോക്കി, എന്താ പോലീസിന് പണി തടഞ്ഞൂടേന്ന്. പോലീസല്ല പട്ടാളം വന്നാലും ഞങ്ങൾ ഇതിന്റെ അങ്ങേപ്പുറത്തേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ പോകും. ഇപ്പൊ ഞങ്ങൾ ഈ അതിർത്തിയിലേ നിർത്തുള്ളൂ. ഇവിടെ ഞങ്ങളെ ഒന്ന് തടുക്കാനും ഞങ്ങളൊന്ന് ആട്ടിപ്പായിക്കാനും അത്ര ചങ്കുറ്റുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരുണ്ടോ? വെല്ലുവിളിക്കാൻ ഞങ്ങള് ഉണ്ടെങ്കിൽ വാ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ പറയട്ടെ എന്താ ഞങ്ങളുടെ സമരത്തിന് അടിസ്ഥാനമായ കാരണം? മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൗൺസിലിൽ പാസാക്കിയ ഗവൺമെന്റ് ഏജൻസി അക്രഡിറ്റിൽ വന്നിട്ടുള്ള അങ്ങനെ ടെൻഡർ എടുത്ത് അവർക്ക് ടെൻഡർ കൊടുത്ത് അവര് ജോലി ആരംഭിക്കാൻ തുടങ്ങിയ ആ സംഗതി, ആ വർക്കുകൾ നിങ്ങൾ എതിർക്കുക. ഇപ്പൊ ഇന്നലെ വിളിച്ച ഇന്നലെ കൗൺസിലിൽ എതിർക്കുമ്പോ നിങ്ങൾ ഇവിടെ ഭരിക്കുന്ന ചെയർമാൻ ഉണ്ടല്ലോ, ആ ചെയർമാനെങ്കിലും അറിയണ്ടേ? നിങ്ങൾ ഇങ്ങനെ അജണ്ടയിൽ പെടാത്ത ഒരു അജണ്ട കൊണ്ടുവരുന്നു. നിങ്ങളെ ചെയർമാൻ അറിയില്ല. ചെയർമാൻ ബൊമ്മ കണക്കിന് ഇരിക്കുകയായിരുന്നു ഇന്നലത്തെ കൗൺസിലിൽ. അറിയില്ല, ബഹുമാനപ്പെട്ട ചെയർമാൻ അറിയില്ല നിങ്ങൾ കൊണ്ടുവന്ന അജണ്ട എന്താണെന്ന്, നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന്. അങ്ങനെ ഇരിക്കുക. നിങ്ങൾ ഇവിടെ ഇതിനുള്ളിലുള്ള കൗൺസിലർമാരോ ഭരണക്കാരോ ആരുമല്ല നിങ്ങൾ ഇവിടെ ഭരണം നിയന്ത്രിക്കുന്നത്.
പുറത്തു നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ഭാഷ്യശക്തികൾ ഇവിടെ അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഒന്നും അറിയില്ല. ഇവിടെ കുറെ മണ്ടന്മാരായ കോൺഗ്രസിന്റെ കൗൺസിലർമാരുണ്ട്, ഒന്നും അറിയില്ല. എങ്ങനെ പിന്നെ നോക്കുകുത്തികളെ പോലെ ഇരിക്കുക. അവർ ഈ ലീഗുകാർ ചെയ്യുന്ന കളവിനും കൊള്ളക്കും കൂട്ടുനിൽക്കുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമയം. ഏരിയ കമ്മിറ്റി അംഗം കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഖമറുദ്ദീൻ കക്കാട്, കൌൺസിലർ CM അലി, EP മനോജ്, KT ദാസൻ, TP ബാലസുബ്രഹ്മണ്യൻ, M റഫീഖ്, AT മാജിദ എന്നിവർ സംസാരിച്ചു. ടെൻഡറിലൂടെ അനുവദിച്ചു കൊടുത്ത ഈ പദ്ധതി പ്രകാരം ഈ ഏജൻസികളെ ഈ കാലയളവിനുള്ളിൽ ഈ പദ്ധതി നിർവഹിക്കണം എന്നിരിക്കെ ഈ പദ്ധതി ക്യാൻസലാക്കാൻ വേണ്ടി ഇന്നലത്തെ കൗൺസിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഈ പദ്ധതികൾ ഈ ഏജൻസികളിൽ നിന്നും എടുത്ത് സ്വകാര്യ കമ്പനികൾക്ക് ഓപ്പൺ ടെൻഡറിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് ഈ പദ്ധതി കൊടുക്കണമെന്ന്. ഈ സ്വകാര്യ കമ്പനികൾ ആരൊക്കെയാണ്? ഈ ഭരണസമിതിയുടെ ആളുകൾ. ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന, പുറത്തുനിന്ന് ഉള്ളുന്നുമായിട്ട് ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന ഒരു കറക്ക് കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് ഈ ടെൻഡറിൽ അംഗങ്ങളാകാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ പദ്ധതികളൊന്നും കിട്ടില്ല. അപ്പോൾ അവർ അഡീഷണൽ, ഇന്നലത്തെ കൗൺസിലിൽ അജണ്ടയ്ക്ക് പുറമെ അഡീഷണൽ അജണ്ട എടുത്തുകൊണ്ടുവന്ന് ഈ പദ്ധതികളെ മരവിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുപോലത്തെ പല പദ്ധതികളും ജനോപകാരമായ കാര്യങ്ങൾ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ഭരണസമിതി 5 വർഷം പൂർത്തിയാക്കാൻ കഴിയാണ്. നമ്മൾ ഈ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടിയും ഒരു പദ്ധതിയും ഈ ഭരണസമിതി കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ദിവസം ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ഇടമാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിക്ക് ആശ്വാസകരമായ 1-2 സംഗതികളെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തത്. പക്ഷേ അതിൽ നിന്ന് പോലും അഴിമതിയുടെ അതിൽ നിന്ന് പോലും കിട്ടുമോ എന്നുള്ള ഒരു വിശകലനമാണ്. കക്കൽ എങ്ങനെ എന്നുള്ളത് PhD എടുത്ത കുറേ ആളുകൾ ഈ 5 വർഷം തേക്കാൻ പോകുന്നു. അതിൽ നിന്ന് ഈ പാവങ്ങളെ രക്ഷിക്കാൻ ഇനിയെങ്കിലും ഈ നമ്മളെ തിരുരങ്ങാടി നഗരസഭയിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ തുടർച്ച ഇനി ഉണ്ടാകാൻ പാടില്ല. തിരുരങ്ങാടി നഗരസഭ മാറണം. ഞങ്ങളെ മുദ്രാവാക്യം ശരിക്കും ഇങ്ങനെയല്ല. ഞങ്ങൾ വിളിക്കൽ അടിച്ച് ഞങ്ങൾ പൊളിച്ച് തകർക്കും. ഞങ്ങൾ ആ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. കൗണ്ടറടക്കം അടിച്ച് പൊളിച്ചിട്ട് പോകണം. ആ രീതിയിലേക്ക് ഞങ്ങൾ കടക്കാത്തത് ഇതൊരു ടോക്കൺ സ്ട്രൈക്കായിരുന്നു. ഇതിന്മേൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ മുദ്രാവാക്യം ഞങ്ങൾ പ്രവർത്തിക്കും. ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. നികുതി പണം കൊടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം, അല്ലാതെ CPMന് വേണ്ടിയിട്ടുള്ള സമരമല്ല. ഇവിടെ നികുതി പണം അടയ്ക്കുന്ന പല രൂപത്തിലും പണം അടയ്ക്കുന്ന എല്ലാ ജനങ്ങൾക്കും, തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം. അതുകൊണ്ട് ആ സമരം ഒന്നും കൂടി തീക്ഷ്ണമാക്കുക അല്ലാതെ യാതൊരു സംശയം വേണ്ട, 1 ഇഞ്ച് പുറകോട്ട് പോവുക. ഇന്നലെ രാത്രി ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ന് തന്നെ പ്രതികരിക്കണം തീരുമാനിച്ചതുകൊണ്ടാണ് കുറച്ചെങ്കിലും ആൾ കുറഞ്ഞത്. കാര്യം പറയാം, അപ്പോഴേക്കും എല്ലാവരും പണിക്ക് പോകണതൊക്കെ ആയിരുന്നു. അടുത്ത ഘട്ടം ഇങ്ങനെ ആവില്ല. എനിക്ക് ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ടാവും വരിക. അപ്പം ഈ പോലീസും മതിയാവില്ല, യാതൊരു അംശം വേണ്ട, ഈ പോലീസും മതിയാവില്ല. രണ്ടും കൽപ്പിച്ചുള്ളൊരു ഇറക്കാവോ ഇനി ഞങ്ങൾ ഇറക്കുകയാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം, ഇവിടുത്തെ ഭാരവാഹികളും ഒക്കെ മനസ്സിലാക്കണം. ന്യൂസ് ഡെസ്ക്, തിരുരങ്ങാടി ടുഡേ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.